My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. 10 വർഷത്തിൽ കൂടുതൽ യു കെയിൽ താമസിക്കുമ്പോൾ വേൾഡ് വൈഡ് അസറ്റിന് യു കെയിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അതായത് യു കെയിൽ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ വേൾഡ് വൈഡ് അസറ്റ് വരികയും നാട്ടിലുള്ള സ്വത്തുക്കളെല്ലാം അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. പേരൻസ് തന്ന പ്രോപ്പർട്ടിയും നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ പ്രോപ്പർട്ടിയും മറ്റ് അസറ്റുകളെല്ലാം യു കെയിലെ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ വരികയും 10 വർഷത്തിൽ കൂടുതൽ യു കെയിൽ താമസിക്കുമ്പോൾ ഇൻഹെറിറ്റൻസ് ടാക്സ് ആയിട്ടുള്ള 40% കൊടുക്കേണ്ടതായി വരുന്നു. ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ ത്രഷ്ഹോൾഡ് എന്ന് പറയുന്നത് 3,25,000 പൗണ്ടാണ് ഒരാൾക്ക്. അത് സ്പൗസിനും കൂടെ വരുമ്പോൾ വീണ്ടും 3,25,000 വരും. അങ്ങനെ 6,50,000 മുകളിൽ നിങ്ങളുടെ യു കെയിലെ വീട് നിങ്ങളുടെ മക്കൾ തന്നെ താമസിക്കുകയാണെങ്കിൽ അതിന് 1,75,000 വീതം, അങ്ങനെ 1 മില്യന് മുകളിൽ നിങ്ങൾക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം കൂട്ടിയ ടോട്ടൽ അസറ്റിന് 1 മില്യന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 40% ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഇത് യു കെയിലെ ഏറ്റവും ഹെയ്റ്റഡ് ആയിട്ടുള്ള ടാക്സാണ്. ഡെത്ത് ടാക്സ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നു. ഇത് പ്രകാരം നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും 10 വർഷത്തിൽ കൂടുതൽ യു കെയിൽ താമസിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിലെ അസറ്റും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ 40% സ്ലാബിലേക്ക് വരികയും ചെയ്യുന്നു. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ ടാക്സ് നിങ്ങൾക്ക് മിറ്റിഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റുവാൻ സാധിക്കുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇയർ റൂൾ പ്രകാരം നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ നാട്ടിലുള്ള സ്വത്തുക്കളും HMRCയുടെ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ അസറ്റിൽ ഉൾപ്പെടുകയും അത് പ്രകാരം 40% ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടതായി വരുന്നു. പലരും ഇത് കൃത്യമായി പ്ലാൻ ചെയ്യാതെ ആലോചിക്കാതെ ഇത് കൊടുക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ HMRCയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം വേൾഡ് വൈഡ് അസറ്റ് ഇൻക്ലൂഡ് ചെയ്യുകയും നിങ്ങൾക്ക് ഡൊമസൈൽ ഇന്ത്യയിലാണെന്ന് പറയാനുള്ള അവസരം നഷ്ടപ്പെടുകയും ഇത് പ്രകാരം വേൾഡ് വൈഡ് അസറ്റ് പ്രകാരം നിങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. 7 വർഷം മുമ്പ് തന്നെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ ടാക്സ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുവാൻ പറ്റും. കൃത്യമായ പ്ലാനിങ് ഇല്ല എങ്കിൽ നിങ്ങളുടെ മരണശേഷമാണ് നിങ്ങളുടെ മറ്റ് രാജ്യങ്ങളിലുള്ള അസറ്റുകളെല്ലാം കണ്ടുപിടിക്കുകയും അത് പ്രകാരം ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ വരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്ലാനിങ് നഷ്ടപ്പെടുന്നു. 40% ഏകദേശം 1 മില്യന് മുകളിൽ വരുന്ന 40% നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു. നിങ്ങളുടെ മക്കൾക്കോ അവകാശികൾക്കോ അത് കിട്ടുന്ന സമയത്ത് ഇൻഹെറിറ്റൻസ് ടാക്സ് കൊടുത്തതിന് ശേഷമാണ് അവർക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെയും ഇത് കുറയ്ക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻഹെറിറ്റൻസ് ടാക്സ് നിങ്ങളുടെ മക്കളുടെ അസറ്റാക്കി മാറ്റുവാനോ സാധിക്കുന്നതാണ്. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും എക്സ്പാൻഡ് ചെയ്യുവാനുമുള്ള അവസരം കിട്ടുന്നു. അതുകൂടാതെ തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സിനെ പറ്റിയുള്ള പ്രത്യേക സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.